ഹലോ ഫ്രണ്ട്സ്. ഒരുപാട് നാളായിട്ട് കുറേയേറെ കുട്ടികൾ വെയിറ്റ് ചെയ്ത് നമ്മളോട് എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരുന്ന ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സാണ് കേരളത്തിലെ AMCS-FNCK അഥവാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിലുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ കോളേജുകളിൽ നിന്നും 50% സീറ്റ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% സീറ്റ് LBS ത്രൂ, ബാക്കി 50% സീറ്റ്സ് ഐദർ ഡയറക്റ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസ് ത്രൂ, അല്ല എന്നുണ്ടെങ്കിൽ കോളേജുകൾ ഡയറക്റ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നാണ് PNC മാക്ക്. നമ്മൾ PNC മാക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരുപാട് നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് AMCS-FNCK, അസോസിയേഷൻ ഓഫ് മാനേജ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരള. അതാണ് AMCS-FNCK. ഈ AMCS-FNCKയുടെ അണ്ടറിൽ 35 കോളേജുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട്, ഈ ഒരു മേഖലയിൽ കിട്ടാനായിട്ടുള്ള ടിപ്സും ഞങ്ങൾ ഈ ഒരു ഇതിൽ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ആദ്യം ഈ ഒരു AMCS-FNCKയുടെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഡെഡ് ലൈൻസ്, ടൈം ലൈൻസ് നമുക്കൊന്ന് കാണാം. അതായത് 25-ാം തീയതി ജൂൺ മുതലാണ് ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത്. 25-ാം തീയതി ജൂൺ മുതൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളും നിങ്ങളുടെ മാർക്കും മറ്റ് ഡോക്യുമെന്റ്സും, ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റുഡൻസിന് ഒരുപാട് പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഡോക്യുമെന്റ്സ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് AMCS-FNCKയിലേക്ക് അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകളിലേക്ക് കടക്കാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എന്നു വരെയുണ്ട് എന്നുള്ളതാണ്. ജൂലൈ 25-ാം തീയതി, ഒരു മാസം കാലമാണ് ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്? നിലവിൽ BSc നഴ്സിംഗിനും പോസ്റ്റ് ബേസിക് നഴ്സിംഗിനും MSc നഴ്സിംഗിനും ഒരുമിച്ചാണ് ഇവർ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വെബ്സൈറ്റിൽ കയറി കഴിയുമ്പം BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുകൂടാതെ MSc നഴ്സിംഗ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് കാണും. ഇതിൽ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പം അതാത് ഡൊമൈൻസിലേക്കാണ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളെ ഡയറക്ട് ചെയ്യുന്നത്. അതിൽ BSc നഴ്സിംഗിനും ഈ പോസ്റ്റ് ബേസിക്കിനും MSc നഴ്സിംഗിനും എല്ലാം 1200 രൂപ വെച്ചാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്? AMCS-FNCKയിലേക്ക്, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിലേക്കുള്ള ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള മിനിമം എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 4 സബ്ജക്റ്റുകൾക്ക് മിനിമം 50% മാർക്കിലും +2 പാസ്സായിരിക്കണം. +2 CBSE, ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ തരത്തിലും ഉള്ള കുട്ടികൾക്കും ഈക്വൽ പ്രയോറിറ്റിയാണ് നൽകുന്നത്. ഇപ്പോൾ PNC മാക്ക് പോലെ ഒരു പെർട്ടിക്കുലർ ഇതിൽ വരുന്ന CBSE, ICSE കുട്ടികൾക്ക് പ്രയോറിറ്റിയോ കാര്യങ്ങളോ ഒന്നും AMCS-FNCKയിൽ വരുന്നില്ല. AMCS-FNCKയിൽ പ്രയോറിറ്റി കിട്ടുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്ന കുട്ടികൾക്കാണ്. ഈ ഒരു അസോസിയേഷൻ അണ്ടറിൽ വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി വരുന്ന കുട്ടികൾക്ക് ഒരു പ്രയോറിറ്റി അവർ നൽകുന്നുണ്ട്. ആ ഒരു പ്രയോറിറ്റി ക്ലെയിം ചെയ്യുന്നതിന് വേണ്ട മൈനോറിറ്റി സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രയോറിറ്റി ആ സീറ്റ്സ് അനുസരിച്ച് കിട്ടുന്നതാണ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിന്റെ പേയ്മെന്റ് എങ്ങനെ നടത്താമെന്നുള്ളതാണ്. ഇപ്പൊ പേയ്മെന്റ് നമ്മൾ LBSന് പ്രധാനമായിട്ടും ഓൺലൈൻ ഉണ്ടായിരുന്നു, ഫെഡറൽ ബാങ്ക് ത്രൂ ആയിരുന്നു ചെയ്യുന്നത്. ഇവിടെ AMCS-FNCKയുടെ പ്രോസസ്സുകൾ നടക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെല്ലാൻഡ് ഫിൽ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഓൺലൈനായിട്ടും പേയ്മെന്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഈ ഒരു AMCS-FNCKയുടെ വെബ്സൈറ്റിലുണ്ട്. www.amcsfnck.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി വേണം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഒന്നുകൂടെ പറയാം, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. www.amcsfnck.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നമ്മൾ അവിടെ BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്ലൈ നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലൂടെ വേണം പോകാനായിട്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട്. കൂട്ടുകാരെ, നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത് AMCS-FNCKയുടെ അണ്ടറിൽ ഏതൊക്കെ കോളേജുകളാണുള്ളത്, ഈ കോളേജുകൾ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ആലപ്പുഴ ജില്ലയിൽ നിലവിൽ SH കോളേജ് ഓഫ് നഴ്സിംഗ്, അതായത് SH ഗ്രീൻ ഗാർഡൻസിന്റെ അണ്ടറിലുള്ള, മതിലകത്തുള്ള ഗ്രീൻ ഗാർഡൻസ് ചേർത്തലയിലുള്ള അവരുടെ അണ്ടറിലാണ് ഈ ഒരു AMCS-FNCKയുടെ അണ്ടറിൽ ആലപ്പുഴ ജില്ലയിൽ ഒരൊറ്റ കോളേജ് മാത്രമേ ഉള്ളൂ. ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 10 കോളേജുകളുണ്ട്. അതായത് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവയിൽ, ഇനി നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ മൂവാറ്റുപുഴയിലുള്ള നിർമ്മലയുടെ അണ്ടറിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗ്, ഇനി ലിസി ഹോസ്പിറ്റലിന്റെ അണ്ടറിലുള്ള ലിസി കോളേജ് ഓഫ് നഴ്സിംഗ്, ഇനി മൂക്കന്നൂരുള്ള ലിസിക്സ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതായത് MAGJ മൂക്കന്നൂർ ഹോസ്പിറ്റലിന്റെ അണ്ടറിലുള്ള ലിസിക്സ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഇനി ലിറ്റിൽ ഫ്ലവർ LF അങ്കമാലിയുടെ അണ്ടറിലുള്ള ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ്, എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റലിന്റെ അണ്ടറിലുള്ള ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, MOIC മെഡിക്കൽ കോളേജിന്റെ കോഴഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അണ്ടറിലുള്ള MOIC കോളേജ് ഓഫ് നഴ്സിംഗ്, സമരട്ടൻ കോളേജ് ഓഫ് നഴ്സിംഗ് പഴങ്ങനാടുള്ള സമരട്ടൻ ഹോസ്പിറ്റലിന്റെ, അതൊരു കാർഡിയോളജി സ്പെഷ്യാലിറ്റി ഒരു സെന്റർ ആണ്. ഇനി പുല്ലുവടിയിലുള്ള സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ്, ഇനി ധർമ്മഗിരിയിലുള്ള
സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിങ്ങനെ 10 കോളേജുകളാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എറണാകുളം ജില്ലയിൽ നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുരിക്കാശ്ശേരിയിലുള്ള അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, തൊടുപുഴയിലുള്ള ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ഇനി കട്ടപ്പനയിലുള്ള സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇങ്ങനെ 3 കോളേജ് ഓഫ് നഴ്സിംഗുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് 3 കോളേജുകളാണുള്ളത്. ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്, ബെൻസിഗർ ഹോസ്പിറ്റലിനുണ്ടല്ലോ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇനി കൊട്ടയത്തെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിനുണ്ടല്ലോ ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇനി അഞ്ചൽ സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിങ്ങനെയാണ് കൊല്ലത്തുള്ള കോളേജുകൾ. ഇനി കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാൽ കനോസ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട് കണ്ണൂര്. അവിടെ ഒരൊറ്റ കോളേജ് മാത്രമേ കണ്ണൂരുള്ളൂ. മലബാർ റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും കോഴിക്കോട്, കണ്ണൂർ, വയനാട് ആ ഒരു മലബാർ റീജിയനിൽ ശരിക്കും 3 കോളേജ് AMCS FNCക്ക് അണ്ടറിലുള്ളൂ. കണ്ണൂരുള്ള കനോസയുണ്ട്. ഇനി നമ്മൾ കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാരികുന്നിലുള്ള നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇനി വയനാടുള്ള അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, സുൽത്താൻ ബത്തേരി. ഇങ്ങനെ 3 കോളേജുകൾ മാത്രമേ ഈ മലബാർ ആ ഒരു ഏരിയയിൽ റീജിയനിൽ കോളേജുകളുള്ളൂ. ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ റീജിയനിൽ കേന്ദ്രീകരിച്ചിട്ടാണ് വരുന്നത്. സെൻട്രൽ റീജിയനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ എറണാകുളം നമ്മൾ കണ്ടു. ഇനി കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് അസീസി കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട് എരുമേലിയിൽ. അത് ഒരു ഹില്ലി റീജിയൻ ആണ്, നമ്മുടെ ആ ഒരു കാഞ്ഞിരപ്പള്ളി എരുമേലി റീജിയനിലുള്ള ഒരു ഏരിയ ആണ്. ഇനി അതുകൂടാതെ തന്നെ ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് കിടങ്ങൂരുണ്ട്. മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് പാലായുണ്ട്. മാർസ്ലീവ മെഡിസിറ്റിയുടെ അണ്ടറിലുള്ള കോളേജാണ്. ഇനി അതുകൂടാതെ തന്നെ മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് പൊതിയുണ്ട്. അതുകൂടാതെ കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള കാരിത്താസ് ഹോസ്പിറ്റലിനുണ്ടല്ലോ കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇനി സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട് ചെത്തിപ്പുഴയിൽ, സെന്റ് തോമസ് ഹോസ്പിറ്റലിനുണ്ടല്ലുള്ളത്. ഇനി തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയത്തെ SH മെഡിക്കൽ സെന്ററിന്റെ അണ്ടറിലുള്ള തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇതാണ് കോട്ടയം ജില്ലയിലെ കോളേജുകൾ വരുന്നത്. ഇനി നമ്മൾ അടുത്ത പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ 3 കോളേജുകളാണുള്ളത്. ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് അടൂര്, അതാണ് ഫസ്റ്റ് കോളേജ് വരുന്നത്. സെക്കൻഡ് കോളേജ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിനുള്ള പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. പുഷ്പഗിരി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫേമസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ഇനി സെന്റ് ഗ്രിഗോറിയസ് പരുമല ഹോസ്പിറ്റലിനുണ്ടല്ലോ സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 കോളേജുകളാണ് AMCS FNCയുടെ അണ്ടറിൽ പത്തനംതിട്ട ജില്ലയിൽ വരുന്നത്. ഇനി അടുത്ത തൃശ്ശൂരാണ്, വീണ്ടും ഒരു ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് തന്നെയാണ്. അപ്പൊ ക്രിസ്ത്യൻ ബെൽറ്റ്, ക്രിസ്ത്യൻസ് കൂടുതലുള്ള ഏരിയാസിൽ കൂടുതൽ കോളേജുകളുണ്ട്. അതാണ് ഈ ഒരു AMCS FNCയുടെ ഇത് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ നമുക്ക് നിലവിൽ 5 കോളേജുകളാണുള്ളത്. അമല കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, തൃശ്ശൂരെ ഫേമസ് ആയിട്ടുള്ള അമല കോളേജ് ഓഫ് നഴ്സിംഗ്, അമല ഹോസ്പിറ്റലിനുണ്ടല്ല. തൃശ്ശൂർ രൂപതയുടെ അണ്ടറിലുള്ള ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ അണ്ടറിലുള്ള ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇനി കുഴിക്കാട്ടുശ്ശേരിയിലുള്ള മരിയ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഇനി ഇരിഞ്ഞാലക്കുടയിലുള്ള സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് 4ാമത് വന്നിരിക്കുന്നത്. 5ാമത് വന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിനുണ്ടല്ലോ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ AMCS FNCയുടെ അണ്ടറുള്ള 35 കോളേജുകൾ വരുന്നത്. ഈ 35 കോളേജുകൾ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുന്ന മെയിൻ കോളേജുകളെല്ലാം നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് കോളേജ് റാങ്കിങ്ങിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് വൈസ് നമ്മളൊരു കോളേജ് റാങ്കിങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ഒരു ജില്ലയിലെ ടോപ്പ് 5 വരുന്നത്. ഇപ്പൊ ടോപ്പ് 5 എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, അല്ലെ ടോപ്പ് 3 എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മൾ ടോപ്പ് 3 ലിസ്റ്റാണ് വന്നത്, പക്ഷേ നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് 2-3 കോളേജുകളോട് ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള കോളേജുകളാണ് ഇതല്ല. അപ്പൊ ഇങ്ങനെ ടോപ്പ് 5 ആയി നമ്മുടെ ലിസ്റ്റ്. ചിലയിടത്ത് മാത്രം, ബാക്കി എല്ലായിടത്തും ടോപ്പ് 3 ആണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ ടോപ്പ് അഡ്മിഷൻ പോകാൻ സാധ്യതയുള്ളത് ഈ കോളേജുകളിലേക്കാണ്. അപ്പം ഇതിൽ താഴെ നിൽക്കുന്ന കോളേജുകൾ ഉണ്ടാവും. ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള കോളേജുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ അക്കാഡമിക്സിൽ പ്യുവറായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. അതായത് നന്നായിട്ട് പഠിപ്പിക്കുന്ന, അതായത് നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ എൻഷുർ ചെയ്യുന്ന രീതിയിലാണ് AMCS FNCയുടെ കോളേജുകളെല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രോസസ്സും ആ രീതി തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ ടോപ്പ് 5 വരാത്ത കുറച്ചും കൂടെ താഴെ നിൽക്കുന്ന എന്നാൽ നല്ല അക്കാഡമിക്സ് ഉള്ള ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. ഈ കോളേജുകളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് ബുദ്ധിപരമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ AMCS FNCയുടെ അണ്ടറിൽ കേരളത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കൂട്ടുകാരെ, AMCS FNCക്ക് അഥവാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിലേക്കുള്ള മാനേജ്മെന്റ് സീറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇനിയും ഈ ഒരു കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സിന്റെ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുന്നുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിന് എൻഡ് ടു എൻഡ് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും, ഇപ്പോൾ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലെ കുട്ടികളുടെ. ഇപ്പോൾ കർണാടകത്തിലെ കുട്ടികൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നഴ്സിംഗിന്റെ ഫ്രം സ്റ്റാർട്ട് ടു ദ എൻഡ് എല്ലാ പ്രോസസ്സിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും റൈസ് ടു വാറൻ ടീം നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുക. ഇപ്പോൾ കൂട്ടുകാരെ കാണാം, ബൈ ബൈ.